വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഡേ 2 നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് CSI കത്തീഡ്രൽ പള്ളിയുടെ അവിടെയാണ്. ഇതാണ് നമ്മുടെ CSI കത്തീഡ്രൽ പള്ളി. അപ്പോൾ റൂമിൽ ഞാൻ ഗോപ്രോ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രൗണ്ടിൽ പോകാം. ഗ്രൗണ്ടിൽ 2 മണിക്ക് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പ്രോഗ്രാം മീൻസ് വളണ്ടിയറിങ്ങിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ക്രൗഡ് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴി എന്തായാലും ഇപ്പോൾ വണ്ടിയൊന്നും വിടുന്നില്ല. എനിക്ക് ബാക്കിൽ കാണുന്നത് ഒരു ഹെറിറ്റേജ് റിസോർട്ടാണ്. അതായത് എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ബാക്കിലുണ്ടാവും ഇത് ഹോട്ടൽ ലീല എന്ന് പറഞ്ഞിട്ട് അത് പഴയൊരു ബിൽഡിംഗ് ആയിരുന്നു. ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. അത് ഒരു എന്താ പറയുക, ഒരു മ്യൂസിയം കം റെസ്റ്റോറൻ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പരിപാടി. അപ്പോൾ നമ്മുടെ ടീംസ് എവിടെയാണെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സാധനം കാണിച്ചു തരാം. ഒരു ഗേറ്റ് ഇതിൻ്റെ ബാക്കിലുണ്ടോ? ഇതാണോ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ കവാടം എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ 2ാമത്തെ കവാടമാണ് കാണുന്നത്. ഈ ഡച്ചുകാരെല്ലായിടത്തും ഇതേപോലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്കാണ് കൺഫ്യൂഷൻ. കുറേ സായിപ്പ് മദാമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് വൈബാണ്. വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബാണ്. വേണ്ട, ഈ കെട്ടിടം ഡച്ചുകാർ പണിത കെട്ടിടമാണ്. അപ്പോൾ ഡച്ച് ബിൽട്ടാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതിൻ്റെ ആൽഫബറ്റ് അല്ല, ഈ ഒരു ലോഗോ കണ്ടോ? ഇത് ഈ ഡച്ച് ഇവരുടെ ഒരു ലോഗാണ് ഈ കാണുന്നത്. 1740 അവന്മാർ വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണിത്. ഇതിൻ്റെ ബിൽഡിങ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് ക്ലോസ്ഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മളിവിടെ അങ്ങനെ നടന്നു വരുമ്പോൾ ഉണ്ട് മലപ്പുറത്തുനിന്ന് കുറച്ച് പിള്ളേർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതല്ലേ, അവർക്ക് ലുലുമാൾ കാണണം. അപ്പോൾ വഴി പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന്മാർ കൺഫ്യൂഷനിലാണ് പോകണോ പോകണ്ടേ എന്നുള്ള. എന്തായാലും ഇപ്പോൾ സമയം 11 മണി. വെയിലൊക്കെ വന്ന് വരുന്നുണ്ട്. പാപ്പാനി അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി. നമ്മൾ പരേഡ് ഗ്രൗണ്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് എന്തോ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. എന്താണെന്നുള്ളത് വലിയ പിടുത്തൊന്നുമില്ല. അവിടെ ടീംസ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ പരിപാടി എന്നുള്ളത് അറിയില്ല. എല്ലാവരും ഇങ്ങനെ ചുമ്മാ തെണ്ടിയിരിക്കുകയാണ്. ബാക്കിലുണ്ടില്ല, ഒരു കാര്യമില്ലാതെ ഇരിക്കുകയാണ്. അത് ജസ്റ്റ് പോയി നോക്കാം. ഫൈനലി നമ്മൾ ഹോർത്തൂസ് മലബാർക്കസ് ഉദ്യാനത്തിൻ്റെ വാതിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ കവർ പേജ് ആയിട്ടുള്ള വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയണത്. അവിടെ നിൽക്കാൻ വരാം. അതായത് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വേറൊരു പാർട്ട് ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് ഇതൊരു വലിയൊരു കവാടമായിരുന്നു ആക്ച്വലി. അതിപ്പോൾ പൊളിഞ്ഞ് ഇതാ ഇപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ. കണ്ടോ? ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ കവർ പേജ് ആയിട്ടുള്ള ഹോർത്തൂസ് സസ്യോദ്യാനം, ഔഷധ ഉദ്യാനം, അതിൻ്റെ കവാടമാണ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു മൊണോമെൻ്റാണ്, ഹിസ്റ്റോറിക്കൽ മൊണോമെൻ്റാണ് നമ്മൾ കാണുന്നത്. ഇത് ആക്ച്വലി സംരക്ഷിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് എത്ര പേർക്ക് ഇത് അറിയുന്നുള്ളത് നമുക്കറിയില്ല. ഇത് ചോദിച്ചു നോക്കാം. ഇവിടെ ഈ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ ഒരു മൊണോമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അറിയോ? ഇതാണ് മൊണോമെൻ്റ് അല്ലേ? ഭാഗത്ത് ഒന്നുമില്ല. ഇത് മാത്രമല്ലേ ഉള്ളൂ? ഇന്ന് പോയില്ലേ? അതാണ്. ഇതെന്താ ഗുമാദർ ഗാർഡൻ? ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ബോർഡ് എഴുതിയിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഗുമാദർ ഗാർഡൻ. ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസ് ഗാർഡൻ. അതിനൊരു പേര് പറയും. അപ്പോൾ ആ ഗാർഡൻ്റെ അവശിഷ്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഗുമാദർ ഗാർഡൻ അതാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഗാർഡനും കാര്യങ്ങളും. നമുക്ക് ഇത് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഇതും ചിലപ്പോൾ ഒരു ആഴ്ച, ഒരു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ നമ്മളിത് കാണാനാണ്
വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഹിസ്റ്ററി താല്പര്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഹെറിറ്റേജ് അങ്ങനെ വീഡിയോസൊക്കെ താല്പര്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ, കൊച്ചിയിലെ കാഴ്ചകളെ തപ്പിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആരോമലാണുള്ളത്. ആരോമൽ ഫ്രം പാലക്കാട്. ഇപ്പോൾ ഞങ്ങൾ 3 ആൾക്കാരും കൂടെ ഇറങ്ങിയതാണ്. ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഉമ്മാരും കൂടെ കൊത്തിയാണ്. വണ്ടിയുണ്ട്. ഇനി നമ്മൾ 2 മണിയാകുമ്പോൾ നമ്മുടെ പരിപാടി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. വോളണ്ടിയറിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അതായത് മാരിടൈം മ്യൂസിയം, നേവലിൻ്റെ. അപ്പോൾ അവിടെ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ജസ്റ്റ് ഞാൻ പോയി നോക്കാം. അപ്പോൾ നമ്മൾ മാരിടൈം മ്യൂസിയം കാണാൻ പോയി. പക്ഷേ അവിടെ ടിക്കറ്റ് എടുക്കണതിന് മാത്രമല്ല, അതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കുറേ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മളൊപ്പം ഉള്ളതിനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അതിനകത്ത് കയറിയില്ല. ഫോർട്ട് കൊച്ചി റോഡ് സൈഡുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ഫോർട്ട് കൊച്ചി സെൻട്രൽ സ്പോർട്സ് ഗ്രൗണ്ടിലും ഫോർട്ട് കൊച്ചി ഡെൽറ്റ സ്പോർട്സ് ഗ്രൗണ്ടിലും. ബിഷപ്പ് ഹൗസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർട്ട് കൊച്ചി പോർച്ചുഗീസുകാർ പണിത ഫോർട്ട് കൊച്ചി, അതിൻ്റെ റൂയിൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരു തുരങ്കപാത ഇതിനകത്തുണ്ട്. അപ്പോൾ എന്നാണ് ഇതിനകത്ത് കയറാൻ പറ്റുകയെന്നറിയില്ല. ഇപ്പോൾ എന്തായാലും ഓപ്പൺ അല്ല. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർട്ട് കൊച്ചിൻ്റെ റൂയിൻസ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടത് ഹോർത്തൂസ് മലബാർക്കസിൻ്റെ റൂയിൻസാണ്. പിന്നെ നമുക്കിവിടെ കായൽ വലിയുമ്പോൾ അവിടെയും നമുക്ക് പഴയ റൂയിൻസ് കാണാൻ പറ്റും, ഫോർട്ട് ഇമാനുവലിൻ്റെ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ അലോഡല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തതാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക്. പരേഡ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ വേറൊരു റൂയിൻസ് കണ്ട്. 1839 നമ്മളവിടെ ഒരു പള്ളിയിൽ കണ്ടില്ലേ, പള്ളിയിൽ അതേപോലെ നമ്മൾ ആ ഫോർട്ട് വെച്ച് ആ ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, അതുപോലെ ഒരു പില്ലറാണ് ഈ പില്ലർ. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരാളെ കാണിക്കാം. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ അവിടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ ചെക്കന്മാർ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് പോയിട്ട് നമുക്ക് ഉഷാറാക്കാം. എന്താ പരിപാടി? നമുക്ക് ഞാനൊരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആരോ ക്ലോസ് ചെയ്ത് തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു മസാല സോഡ കുടിച്ച് 20 രൂപ. കുഴപ്പമില്ല, ചൂടല്ലേ, നല്ലതാണ്. അപ്പോൾ എന്തായാലും ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ ജാമിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്.
ആഘോഷരാവിന്റെ ഒരുക്കങ്ങളാണ്, അതിന്റെ തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നതൊക്കെ. പാട്ടി തുടങ്ങാം അല്ലേ? നമുക്ക് കൊട്ടി പറഞ്ഞു പറയും. കൊട്ടി റെഡി 1 2 3. അതെങ്ങനെയാണ് കൊടുക്കുക? വളർത്തിയെടുക്കും. മേളം കലിനാഥസ്വരം പുലികളിയാട്ടം ഇത് എന്റെ നടുഭൂമി മലയാളം മാമല നാട് മലയാള നാട് മാവലി വാണ്ടൊരു നാട് മുണ്ടുമടക്കി വിഷമിരിച്ച് ചങ്കു വിരിച്ചൊരു പോക്ക് കാട്ടിലേക്ക് വരുന്നൊരു മതയാന വാൾപ്പയത്തിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച ഭീഷണി വേണ്ട അത് മുതലാകൂല ഏഷണി കുട്ട നോക്കേണ്ട വേഗൂൽ നരകത്തിലൊരു ഇവിടെ ആരാന്റെ തന്തയ്ക്ക് ഭ്രാന്തന്റെ കഥ ഞങ്ങൾ വാളടിക്കില്ല ചുമ്മാ വീം വെള്ളക്കില്ല മോനെ മലയാളിക്ക് എന്താ കേട്ടോ മലയാളി പൊളിയാടാ ചുമ്മാ ചട കൊടുക്കുന്ന മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പൊളിയാടാ ചുമ്മാ ചട കൊടുക്കുന്ന നിന്റെ കഥ കഴിയും പോടാ വളർന്നിക്കൊള്ളും മോന്തി അമ്പലത്തിൽ പോയി കുറിതൊട്ട് പടങ്ങി സരസ്വല പോലും മലയാളി നിനക്ക് നീ തന്നെയാളി എതിരാളി നാട്ടുകളിൽ ഇപ്പോൾ അരുണി മണികൾ അവർക്കേറെയുണ്ട് കഥകൾ സദാചാരം നോക്കും വിനട്ട നരകൾ പകൽ മാന്യന്മാർ പരമദ്രോഹികൾ ശങ്കുറപ്പിന്റെ കൂട്ടപ്പിറപ്പ് വരുമംഗത്തിനായി കശപുറത്ത് തലപ്പും വിട്ടു നിൽക്കാതെ കൊമ്പത്ത് ഏമാനം മുട്ടുമണ്ടക്കിയേ ഇനി എന്തിനു കപട സദാചാരം കൊലപാതകമല്ലൊരു പരിഹാരം പറയാനിറയുന്ന മലയാളികൾക്ക് നമസ്കാരം. മണക്കും മാർഗളിക്കാറ്റേ നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുറിക്കാറ്റേ കിളികളിച്ചിട്ട കാലച്ചിട്ടാൻ കാത്തിരിക്കും എൻ്റെ ഹൃദയം നിനക്കു മാത്രം എനിക്ക് മാത്രമാ സുന്ദരിയേ വാ പെണ്ണിലവേ വാ എൻ ജീവകാല നീ പ്രണയിനീരോ ഈലരാവിലൻ സ്നേഹവീതികൾ തോഴിയായി വാ പ്രിയമീരോ കണ്ട നാളിലെൻ്റെ ഹൃദയമന്ത്രം കാതുവെച്ചു ഞാനോ സുന്ദരിയേ വാ പെണ്ണിലവേ വാ എൻ ജീവകാല നീ പ്രണയി